ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്കുണ്ടാവുന്ന ബ്രസ്റ്റ് പെയിൻ അത് പീരിയഡ്സിന്റെ ആണോ പ്രഗ്നൻസിയുടേതാണോ എങ്ങനെ തിരിച്ചറിയാം എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണോ ഫോളോ ചെയ്തത് അത് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിലെ ടിപ്സ്. ഡോക്ടറുടെ ട്രീറ്റ്മെന്റ്സിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ പറയുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടി നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് അതുമൂലം സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പ്രഗ്നൻസി ആകുന്ന സമയത്തും പീരിയഡ്സ് ആകുന്നതിന് മുൻപും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ബ്രസ്റ്റ് പെയിൻ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എങ്ങനെ ഇത് പ്രഗ്നൻസിയുടേതാണ് ഇത് പീരിയഡ്സിന്റേതാണ് എങ്ങനെ വേർതിരിക്കാം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ആദ്യം പീരിയഡ്സിന്റെ ബ്രസ്റ്റ് പെയിൻ മുതൽ തന്നെ നമുക്ക് തുടങ്ങാം. ബ്രസ്റ്റ് പെയിൻ സാധാരണ നമ്മളൊന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ സൈക്ലിക്കും നോൺ സൈക്ലിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത് സൈക്ലിക് ബ്രസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൽ നമുക്ക് നോർമലായിട്ട് ഉണ്ടാവുന്നതാണ്. PMS അല്ലെങ്കിൽ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് പലർക്കും ഉണ്ടാകുന്നതാണ് ഈ സൈക്ലിക്കൽ ബ്രസ്റ്റ് പെയിൻ എന്ന് പറയുന്നത്. ഇത് പലർക്കും ആ ഒരു ബ്രസ്റ്റിന്റെ ഭാഗത്ത് ഒരു സ്വെല്ലിംഗ് ഉണ്ടാകും. അതുകൊണ്ട് മറ്റുള്ള ചെറിയൊരു വേദനയും അസ്വസ്ഥതയും ഒക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവുകയാണ് കേട്ടോ ചെയ്യുന്നത്. നോർമലി നമ്മൾ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള കാരണം നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ ആണ്. ഇതിന്റെ ലെവൽസ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലും വ്യത്യാസമായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഹോർമോൺസ് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മുടെ ബ്രസ്റ്റിനെയും കൂടി ആ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള വേദന നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇതിൽ ഈസ്ട്രജൻ ഹോർമോൺ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു മിൽക്ക് ഡക്റ്റിനെയൊക്കെ ഒന്ന് എൻലാർജ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കാരണമാവുന്നു. പ്രൊജസ്ട്രോൺ ആണെങ്കിൽ മിൽക്ക് ഗ്ലാൻഡ്സ് ഒക്കെ ഒന്ന് വികസിച്ച് ഒരു സ്വെല്ലിംഗ് അല്ലെങ്കിൽ ഒരു വേദന നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. ഇതുകൊണ്ടാണ് പലർക്കും പീരിയഡ്സിന് മുൻപായിട്ട് ബ്രസ്റ്റ് പെയിൻ ഉണ്ടാകുന്നത്. ഓരോരുത്തർക്കും അത് ഫീൽ ചെയ്യുന്ന തോത് ഡിഫറെന്റ് ആയിരിക്കും. ചിലവർക്ക് ബ്രസ്റ്റ് പെയിൻ വളരെ കുറവായിട്ടായിരിക്കും ഉണ്ടാകുന്നത്, ചിലവർക്ക് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അതിനർത്ഥം അവരുടെ ബ്രസ്റ്റ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് പ്രിപ്പയർ ആകുന്നില്ല എന്നല്ല, ഓരോരുത്തരുടെ ശരീരപ്രകൃതി ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മൾ ഫീൽ ചെയ്യുന്ന ആ ഒരു വേദനയിലും അതുപോലെ തന്നെ ഡിഫറൻസ് ഉണ്ടാകുന്നതാണ് കേട്ടോ. ചിലവർക്ക് ഈ ഒരു പ്രിമെൻസ്ട്രൽ സിംറ്റംസ് തുടങ്ങുന്ന ഡേറ്റിൽ വ്യത്യാസം ഉണ്ടാകും. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് കൂടുതലായിട്ട് ഭയങ്കര വേഴ്സ് ആയിട്ട് ഉള്ള ആളുകളാണെങ്കിൽ ആ ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതുപോലുള്ള വേദനകളൊക്കെ ബ്രസ്റ്റിൽ ഉണ്ടാവാനായിട്ട് തുടങ്ങും. നമുക്ക് ആ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യാസം സംഭവിക്കുന്നത് കേട്ടോ. കൂടുതലായിട്ടും മറ്റു ചില ആളുകൾക്ക് ഉണ്ടാകുന്നത് പീരിയഡ്സ് ആകുന്നതിന് 2-3 ദിവസം മുൻപൊക്കെ ആയിരിക്കും ഇതുപോലുള്ള പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ഈ വേദന വരുന്നത്. നോർമലി ഈ ഒരു വേദന നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തിനകത്ത് ബ്ലീഡിങ് വരും. ആ ഒരു കോഴ്സ് ആയിട്ടായിരിക്കും ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലീഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഈ വേദന കംപ്ലീറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് ഓവുലേഷൻ എടുക്കുന്ന സമയത്തും ഇതുപോലൊരു ഹോർമോൺ ഷിഫ്റ്റ് ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമായിട്ടും ഇതുപോലെ വേദന ഉണ്ടാവും കേട്ടോ. ഇനി ഇതിന് നമുക്കൊരു പ്രിമെൻസ്ട്രൽ സിംറ്റം ആണെന്ന് തിരിച്ചറിയുന്നത് ഈ ഒരു വേദനയുടെ ഡെപ്ത് വെച്ചിട്ടാണ്. ഒരിക്കലും നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു വേദനയായിരിക്കില്ല ഒരു പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇത് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത് നമുക്കൊന്ന് തൊടുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രസ്സ് ഒന്ന് മേൽപോട്ടേക്ക് പൊക്കി നമ്മൾ ഊരുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ ഒരു വേദന കൂടുതലായിട്ടും വരുന്നത് കേട്ടോ. അപ്പർ പോർഷൻ ഭാഗത്തായിരിക്കും നമുക്ക് കൂടുതലായിട്ടും വേദന ഉണ്ടാവുന്നത്. എന്നാൽ ഇതിനേക്കാളും നേരെ മറിച്ച് ഒരുപാട് ഹെവി ആയിട്ടുള്ള നമുക്ക് ഒരു വേദന ഒരു അസ്വസ്ഥത റെക്കറന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിക്ക് നിങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതാണ്. ഹോർമോൺസിന്റെ ഒക്കെ ഒന്ന് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എന്തിനെങ്കിലും കൂടുതലുണ്ടോ, പ്രൊലാക്റ്റിൻ ഹോർമോൺ എക്സസ് ആണോ എന്നൊക്കെ ഒന്ന് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടും അത് സഹായിക്കും കേട്ടോ. ഇനി പ്രഗ്നൻസിയുടെ ബ്രസ്റ്റ് പെയിൻ. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് കുഞ്ഞ് വളരുന്നതിന് പോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റും കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ടൈം മുതൽ തന്നെ പ്രിപ്പയർ ആകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ബ്രസ്റ്റിനെ അതുപോലെ പ്രിപ്പയർ ആക്കുന്നത് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വേദന മാത്രമല്ല മറ്റൊരുപാട് സിംറ്റംസ് നമ്മൾ പ്രഗ്നൻസി ആണെങ്കിൽ ബ്രസ്റ്റിൽ ഉണ്ടാകാറുണ്ട്. ഇത് പലതും നമുക്ക് ഉണ്ടാകുന്നത് ആ ഫീഡിങ്ങിന്റെ പ്രോസസ്സ് അവിടെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ഏർലി സിംറ്റം ആയിട്ട് പലർക്കും ഉണ്ടാകുന്ന ബ്രസ്റ്റിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേത് ലൈറ്റ് ആയിട്ട് ചെറിയൊരു വേദന നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് ഹെവി ആയിട്ടുള്ളതായിരിക്കില്ല. ബ്രസ്റ്റ് നമുക്കൊരു തൊടുമ്പോൾ ഒരു സെൻസേഷൻ അല്ലെങ്കിൽ ഒരു വേദന നമുക്ക് ഉണ്ടാവും കേട്ടോ.
രണ്ടാമതായിട്ട് നമ്മുടെ നിപ്പിളുടെ കളറിൽ വ്യത്യാസം വരും. നമ്മളിപ്പോൾ നമ്മുടെ നിപ്പിൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് അല്ല, നിങ്ങൾ ഫീഡ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ബ്രസ്റ്റ് നിപ്പിളുടെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗണിഷ് ഷെയ്ഡ് ആയിരിക്കും. അതായത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം ഇത് ബ്രൗൺ കളറാണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെയുള്ള രീതിക്കായിരിക്കും ബ്രസ്റ്റ് ഉണ്ടാകുന്നത്. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അതിന്റെ കളർ ചേഞ്ച് മാറി മാറി വരും. ആ ബ്രൗൺ ഭയങ്കര ഡാർക്കായി ബ്ലാക്കിന്റെ ഒരു ഷെയ്ഡിലോട്ട് ഈ ബ്രൗൺ മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. പലർക്കും വളരെ തുടക്കത്തിൽ ആ ഫസ്റ്റ് ട്രൈമസ്റ്റർ തീരുന്നതിന് മുൻപ് തന്നെ ബ്രസ്റ്റിൽ ഇതുപോലുള്ള കളർ ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒരുപാട് പേർക്ക് നിപ്പിൾ ഇജക്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ചില സമയത്ത് നമ്മൾ കൂടുതൽ തണുപ്പുള്ള സമയത്തൊക്കെ നിപ്പിൾ ഇജക്ട് ചെയ്ത് പുറത്തേക്ക് വരാറുണ്ട്. പക്ഷേ ചില സിറ്റുവേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇങ്ങനെ ഇജക്ട് ചെയ്ത് നിൽക്കുന്നത് പോലെയുള്ള സിറ്റുവേഷനും നമുക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ നിപ്പിളിന് ചുറ്റുമുള്ള ആ ഒരു പോർഷൻ, ആരിയോള ആ ഒരു പോർഷൻ ഭാഗത്ത് നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സൈസ് ചെറുതായിരിക്കും. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അതിന്റെ വലിപ്പം നന്നായിട്ട് വെക്കാനായിട്ട് തുടങ്ങും. ഇപ്പോൾ നമുക്കൊരു ഏകദേശം നമ്മുടെ ഒരു കൈവിരലിന്റെ ഒരു പകുതിയേ ഉള്ളൂ എങ്കിൽ, അതായത് നമ്മുടെ ആ ഒരു തം ഫിംഗറിന്റെ പകുതിക്ക് കാൽ ഭാഗമുള്ള ഒരു പോർഷനാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടാവുന്നതെങ്കിൽ അതിന്റെ വലിപ്പം ഒന്നങ്ങോട്ട് കൂടിപ്പോകും. നമ്മുടെ തം ഫിംഗർ നമ്മളൊന്ന് മനസ്സിൽ ചിന്തിക്കുക, അതിൽ 2 വരയുണ്ടല്ലോ, നമ്മൾ കൈ മടക്കുമ്പോൾ നമുക്ക് 2 വര കാണാനായിട്ട് സാധിക്കുമല്ലോ. ഇതിലൊരു കാൽ ഭാഗമൊക്കെ നമ്മുടെ ഇപ്പോൾ ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോഴേക്കും അതിന് ചുറ്റുമുള്ള പോർഷൻ നന്നായിട്ട് വളരുന്നത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ വെയിൻസ് വിസിബിൾ ആയി തുടങ്ങും. ബ്രസ്റ്റിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ടാണ് ഈ വെയിൻസ് വിസിബിൾ ആവുന്നത്. ബ്രസ്റ്റിൽ മാത്രമല്ല ഒരുപാട് പോർഷനിലോട്ട് പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വെയിൻസ് നന്നായിട്ട് തെളിഞ്ഞ് കാണാനായിട്ട് തുടങ്ങും കേട്ടോ. അടുത്തത് ആ ഒരു കൊളസ്ട്രം ലീക്കാണ്. നമുക്ക് പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് ചിലവർക്ക് ഡെലിവറി ആകുന്ന സമയത്തായിരിക്കും ഈ ഒരു കൊളസ്ട്രമിന്റെ ലീക്കേജ് ഉണ്ടാകുന്നത്. നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിന് മുൻപ്, പാല് വരുന്നതിന് മുൻപായിട്ടുണ്ടാകുന്ന ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കളറിലുള്ള ഒരു ലിക്വിഡാണ് ഈ കൊളസ്ട്രം എന്ന് പറയുന്നത്. ചിലവർക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്ന സമയത്ത് തന്നെ അതിന്റെ ലീക്കേജ് ഉണ്ടാകും. അതായത് പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ലീക്കേജ് ഉണ്ടാകുന്നത് കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു ലീക്കേജ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആകാതെ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആണ് കിട്ടുന്നത്, ഈ കൊളസ്ട്രോമിന്റെ ലീക്കേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടു നോക്കുക. പ്രൊലാക്റ്റിന്റെ ലെവൽ കൂടുന്നത് കൊണ്ടും അങ്ങനെ സംഭവിക്കാം കേട്ടോ. പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ ലെവൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ ഓവുലേഷൻ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഇതുപോലുള്ള ലീക്കേജ് പോലുള്ള പ്രശ്നങ്ങളോ അമിതമായിട്ടുള്ള വേദനയും ബ്രസ്റ്റിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ പ്രൊലാക്റ്റിന്റെ മെഡിസിൻ കുറച്ച് ദിവസം ഒന്ന് എടുത്താൽ മതി, നോർമലായിട്ട് അത് എത്തോട്ടോ. ചിലർക്ക് ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ് സ്കിന്നിൽ പീലിംഗ് ഉണ്ടാവുക. അതായത് സ്കിന്ന് വളരാനായിട്ട് തുടങ്ങുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ പൊളിയുന്നത് പോലെ നമുക്കിങ്ങനെ മൊരി എന്നൊക്കെ പറയില്ലേ, സാധാരണ ഇടയ്ക്ക് നമ്മളിങ്ങനെ പറയും മൊരി വരുന്നത് പോലെ ഉണ്ടെന്ന് പറയും. അതിങ്ങനെ പൊളിച്ച് നമുക്ക് മാറ്റാനായിട്ട് വരും. അങ്ങനെയുള്ള ഒരു സെൻസേഷനും ബ്രസ്റ്റിൽ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. അതുപോലെ ഈ ഒരു സൈസിന്റെ വ്യത്യാസം ഉണ്ടാകും. ചിലർക്ക് ആ ബ്രസ്റ്റ് വളരുന്നത് നല്ലതുപോലെ ഫീൽ ചെയ്യും. ഒറ്റയടിക്ക് 32 നിന്ന് 34 ആയി അങ്ങനെ അല്ലാട്ടോ പറഞ്ഞത്. പക്ഷെ ഒരു കംഫർട്ടബിൾ അല്ലാത്ത രീതിക്ക് നമുക്ക് വേദന ഉണ്ടാകും. ചില ബ്രസ്റ്റ് ആ ഒരു ബ്രായൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഹെവി ആയി പോകുന്നത് പോലെയും ഭയങ്കര ഒരു അസ്വസ്ഥതയും ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതിനൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും കേട്ടോ. അടുത്തൊരു ലക്ഷണം ബ്രസ്റ്റിൽ ഉണ്ടാകുന്നത് ബ്രസ്റ്റിന് ചുറ്റും ആ ഒരു ഏരിയയുള്ള പോർഷനിൽ ചുറ്റും ബംസ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാവില്ലേ, രോമാഞ്ചം ഉണ്ടാവുമ്പോൾ നമ്മുടെ ആ ഒരു രോമത്തിന്റെ അടിയിലായിട്ട് ഇങ്ങനെ ചെറു കുരുക്കൾ പോലെ ഉണ്ടാവില്ലേ, അതുപോലെ ബംസ് ചുറ്റും ആ ഒരു ഏരിയയുള്ള പോർഷനിലും അതുപോലെ നിപ്പിളിന്റെ പോർഷനിലും ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സിംറ്റംസ് നമ്മുടെ ബ്രസ്റ്റിൽ ഫീൽ ചെയ്യാം. ഇതൊക്കെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് മാത്രം നമുക്ക് ഫീൽ ചെയ്യുന്ന വ്യത്യാസങ്ങളാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ അസ്വസ്ഥതകളൊക്കെ ബ്രസ്റ്റിൽ ഉണ്ടാവുന്ന സമയത്ത് നല്ലതുപോലെ ഒന്ന് എണ്ണയൊക്കെ ഇട്ട് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക. അതുപോലെ നിപ്പിള് വലിച്ചു പുറത്തേക്ക് ഇടാനായിട്ട് നിങ്ങൾ നോക്കുക പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ. കാരണം അല്ലെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് വളരുന്നതിനനുസരിച്ചിട്ട് നിപ്പിൾ അകത്തേക്ക് കയറി പോകാനായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യുന്ന സമയത്ത്, ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യുന്ന സമയത്ത് അസ്വസ്ഥത ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.